സൗദി അറേബ്യയിലെ ജദ്ദയിൽ നിന്ന് ഡോക്ടർ ഷാഫിയോടും മുറാത്ത് എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെയോടൊപ്പം മക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ യാത്ര ചെയ്യുന്ന കാറ് മുറാത്ത് കൊണ്ടുവന്നതാണ്. മുറാത്ത് ഒരു മലയാളിയാണ്. ഈ കാറിനൊരു കുഴപ്പമുണ്ട്. ഈ കാറിൻ്റെ ചില്ല് മുഴുവൻ സ്ക്രാച്ച് വീണിട്ട് നമുക്ക് മുമ്പോട്ട് വഴിയിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ വ്യക്തമായ ചിത്രങ്ങൾ കിട്ടുന്നില്ല. എന്ന് മാത്രമല്ല, നമ്മൾ ഏകദേശം കിഴക്ക് ദിശയിലേക്ക് ഇനി യാത്ര ചെയ്യുന്നത്. നേരം വെളുത്തു വരുന്ന സമയം. അപ്പോൾ സൂര്യൻ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഈ സ്ക്രാച്ച് വീണ ഗ്ലാസ്സിൽ ചില്ലിൽ ഓപ്പോസിറ്റ് ലൈറ്റ് വന്ന് വീഴുമ്പോൾ പുറത്തെ ഒരു കാഴ്ച നമുക്ക് ചിത്രീകരിക്കാൻ പറ്റാതായി. അപ്പോൾ യാത്ര പുറപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് വന്തികേടാണെന്ന്. അപ്പോൾ ഞാൻ മുറാത്തിനോട് പറഞ്ഞു, മുറാത്ത്, നമുക്ക് ഈ കാർ മാറ്റേണ്ടി വരും. അപ്പോൾ മുറാത്ത് ഒരു ഞെട്ടലോടെ എൻ്റെ നേരെ തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു, കാറ് മാറ്റാനോ? എന്താ ചെയ്യുക? നമുക്കിവിടെ റെൻ്റേ കാർ ഫെസിലിറ്റികൾ വല്ലതും ഉണ്ടോ? കാറ് നമുക്ക് റെൻറ്റിനെടുത്തിട്ട് പോവാം. മുറാത്തിന് ഓടിക്കാൻ പറ്റുമല്ലോ. അത് പറ്റും. പക്ഷേ ഈ നേരത്ത്, രാവിലെ ഈ നേരത്ത് ഓഫീസുകളൊന്നും തുറന്നിട്ടുണ്ടാകാൻ വഴിയില്ല. അപ്പോൾ പുറകിലിരുന്ന ഡോക്ടർ ഷാഫി ഗൂഗിളിൽ പെട്ടെന്ന് സെർച്ച് ചെയ്തു, എവിടെയാണ് ജദ്ദയിൽ റെൻ്റേ കാറുകൾ ലഭ്യമാകുന്നത്. അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു കൺഫ്യൂഷനിൽ രാവിലെ അങ്ങ് യാത്ര തുടങ്ങുമ്പോൾ തന്നെ, യാത്ര തുടങ്ങി കുറച്ചങ്ങ് കഴിയുമ്പോഴത്തേക്കും വഴിയരികിൽ വലിയൊരു കെട്ടിടം, നീളനൊരു കെട്ടിടം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ ഈ കെട്ടിടം? അപ്പോൾ മുറാത്ത് പറഞ്ഞു, ഇത് മദീനത്തൽ ഹജാജ് എന്ന് പറയുന്ന കെട്ടിടമാണ്. ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. പക്ഷേ 1960 മുതൽ ഒരു 2012-13 കാലം വരെ നമ്മുടെ നാട്ടിൽ നിന്നും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഹജ്ജിന് വേണ്ടി എത്തുന്ന ആളുകളെ പാർപ്പിച്ചിരുന്ന ഒരു കേന്ദ്രമാണ്. ഏതാണ്ട് 30,000 ആളുകൾക്ക് അവിടെ താമസിക്കാം. ഹജ്ജിന് വരുന്ന തീർത്ഥാടകർക്ക് അന്ന് അക്കോമഡേഷൻ ഫെസിലിറ്റിയൊക്കെ വളരെ കുറവാണ്. 50-60 ഇന്നുള്ള അത്ര ഹോട്ടലുകളോ അക്കോമഡേഷൻ ഫെസിലിറ്റികളോ ഇല്ല, കൂടാരങ്ങളൊക്കെയാണ്. എന്നാൽ ജദ്ദയിൽ വരുന്ന ആളുകൾ മക്കയിലേക്ക് പോകുന്നതിന് മുമ്പായി താമസിച്ചിരുന്ന കൂറ്റൻ ഹോസ്റ്റലെന്നോ അല്ലെങ്കിൽ താമസയിടമെന്നൊക്കെ പറയാവുന്ന കെട്ടിടം, വലിയൊരു കോംപ്ലക്സാണ്. 1957 മറ്റാണ് അതിൻ്റെ പണി തുടങ്ങിയത്. 60 ആയപ്പോഴത്തേക്ക് അവിടെ വന്ന ആളുകൾ താമസിക്കാൻ തുടങ്ങി. ഒരു 10-50 വർഷം എത്രയോ ലക്ഷം തീർത്ഥാടകരെ കണ്ട ഒരു കെട്ടിടം. അപ്പോൾ ഇതൊക്കെ ഷൂട്ട് ചെയ്തങ്ങനെ പോകുമ്പോഴത്തേക്കും ഡോക്ടർ ഷാഫി പുറകിലിരുന്ന് പറഞ്ഞു, ഒരു സ്ഥലമുണ്ട്, അവിടെ റെൻ്റേ കാർ കിട്ടും, നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ റൂട്ട് പറഞ്ഞു കൊടുത്തു. ഞങ്ങളവിടെ ചെല്ലുന്നു. അവിടെ വലിയൊരു ഒരു പാർക്കിംഗ് ഏരിയയുണ്ട്. ഈ പാർക്കിംഗ് ഏരിയ കാര്യം കുറേ കാറുകൾ കിടപ്പുണ്ട്. പക്ഷേ ഈ പാർക്കിംഗ് ഏരിയയുടെ ഓരങ്ങളിൽ സ്ഥാപനങ്ങളാണ്. അത് മുഴുവൻ റെൻ്റേ കാറിൻ്റെ ഓഫീസുകളാണ്. അതിലൊരൊറ്റ എണ്ണം മാത്രമേ തുറന്നിട്ടുള്ളൂ. മൈൽസ് എന്ന് പറയുന്ന ഒരു റെൻ്റേ കാർ കമ്പനി. അത് കുറേ നടന്ന് അത് കണ്ടുപിടിച്ചു. അപ്പോൾ അതിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പം ഭാഗ്യവശാൽ അവിടെ ഒരു മലയാളിയുണ്ട്. അദ്ദേഹം പെട്ടെന്ന് തിരിച്ചറിഞ്ഞു, ഒരു കാർ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ MGയുടെ നല്ലൊരു കാർ കിടപ്പുണ്ട്. നല്ല ബ്രാൻഡ് ന്യൂ കാറാണ്. അത് ഇറങ്ങിയിട്ട് ഒരു 2-3 മാസമായിട്ടുള്ളൂ. നല്ല ഒന്നാം തരം ഗ്ലാസ്, നല്ല ക്ലീൻ ഗ്ലാസ്. ഷൂട്ട് ചെയ്യുമ്പോൾ, യാത്ര ചെയ്യാൻ വേണ്ടി, സഞ്ചാരത്തിന് വേണ്ടി ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല ക്ലീൻ ഗ്ലാസ് ആയിരിക്കണം. കാരണം ഈ ഗ്ലാസ് എന്ന് പറയുന്നത് ക്യാമറയുടെ ലെൻസ് പോലെ തന്നെ പ്രവർത്തിക്കുന്നതാണ്. ആ ഗ്ലാസ്സിൽ അല്പം മാലിന്യം ഉണ്ടെങ്കിൽ, ചെളിയുണ്ടെങ്കിൽ, മങ്ങലുള്ള ഒരു ലെൻസിൽ കൂടെ ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെ. കാരണം നമ്മുടെ ലെൻസിൻ്റെ നേരെ മുമ്പിലിരിക്കുന്നത് ഈ ഗ്ലാസ്സാണ്. അപ്പോൾ അതൊരു ഫിൽറ്റർ പോലെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് നല്ല ക്ലീൻ അല്ലെങ്കിൽ പുറത്തേക്കുള്ള കാഴ്ചകൾ നമുക്ക് വൃത്തിയായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ് ക്ലീൻ ചെയ്യലാണ് ഷൂട്ടിങ്ങിന് മുമ്പുള്ള ഏറ്റവും പ്രധാന ജോലി. ചില ഗ്ലാസ്സുകൾ എത്ര ക്ലീൻ ചെയ്യാനും പോകില്ല. അവിടെയാണ് നമ്മൾ പ്രശ്നത്തിലാവുന്നത്. ഞങ്ങൾ വീണ്ടും നഗരം വിട്ട് യാത്ര ചെയ്യുകയാണ്. ഇനി മക്കയിലേക്കാണ് പോകുന്നത്. ഒരു ദീർഘമായ യാത്രയാണ്. അങ്ങനെ പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സിറ്റി റോഡൊക്കെ കഴിഞ്ഞ് ഒരു ഹൈവേയിലേക്ക്, മക്കയിലേക്കുള്ള ഹൈവേയിലേക്ക് കയറി. 6 വരി പാതയാണ്, നല്ല ഉഗ്രൻ റോഡാണ്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇന്നലെ എന്താണ് പിന്നെ സംഭവിച്ചതെന്ന് പറയാം. മരുഭൂമിയിൽ ഞങ്ങൾ പെട്ടുപോയല്ലോ. അവിടെ താമസിക്കാൻ സൗകര്യമൊന്നും കിട്ടിയില്ല. ഇനി മടങ്ങുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ ഡോക്ടർ ഷാഫിയോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, എടുത്തോ, മൊബൈൽ ഫോൺ എടുക്ക്, നമുക്ക് ജദ്ദയിൽ ഏതാണ് നല്ല ഹോട്ടൽ കിട്ടുക എന്നൊന്ന് സെർച്ച് ചെയ്യുക. ഡോക്ടർ ഷാഫി സെർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ കൂടെയുള്ള മജീദ് പറഞ്ഞു, സെർച്ചൊന്നും ചെയ്യണ്ട, നമുക്ക് കുറച്ച് നല്ല അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പാർട്ട്മെൻറ്റ് ഹോട്ടൽ എന്ന് വേണേൽ പറയാം. MR പ്രോപ്പർട്ടീസിൻ്റെയാണ്. MR എന്ന് പറയുന്നത് ദുബായിൽ നമുക്കറിയാമല്ലോ, പ്രശസ്തമായ സ്ഥാപനമാണ്. അവരുടെ ഒരു വലിയൊരു ഒരു കോംപ്ലക്സ് ഉണ്ട്. അവിടെ ഗംഭീരമായ കുറച്ച് അപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് മജീദ് ആരെയോ സുഹൃത്തുക്കളെ വിളിച്ചു. ആ സുഹൃത്തിൻ്റെയാണത്. പോകുന്ന വഴിക്ക് അത്താഴമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഈ MRൻ്റെ ആ അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലുന്നത്. അതൊരു ഹോട്ടൽ പോലെ തന്നെയാണ്. പക്ഷേ മുറിക്കകത്ത് കിച്ചൺ ഉണ്ടാവും, അത്യാവശ്യം ലിവിങ് ഏരിയ ഉണ്ടാവും, പിന്നെ ഒരു ബെഡ്റൂം ഉണ്ടാവും. അങ്ങനെ ഒരു സിംഗിൾ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് പോലെ. അങ്ങനെ ഞങ്ങൾ 2 എണ്ണം ഞങ്ങൾക്ക് കിട്ടി. ഒന്നിൽ ഡോക്ടർ ഷാഫിയും ഒന്നിൽ ഞാനും ഇന്നലെ കിടന്നുറങ്ങി. അങ്ങനെയായിരുന്നു ഇന്നലത്തെ ദിവസം അവസാനിപ്പിച്ചത്.
അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓർക്കുകയും ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ മക്കയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മക്കയോട് അടുക്കുമ്പോൾ ഈ ഹൈവേയിൽ ഒരു ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും റോഡ് രണ്ടായിട്ട് പിരിയുന്നു. അവിടെ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് വേണം നോൺ മുസ്ലിംസ് പോകാൻ. ഈ കാറിനകത്ത് ഒരു നോൺ മുസ്ലിം ഇരിപ്പുണ്ട്. ഞാൻ നോൺ മുസ്ലിമാണോ എന്ന് പരിശോധനയൊന്നും ഇല്ലെങ്കിലും നിയമം അനുസരിച്ചല്ലേ പറ്റൂ. അങ്ങനെ നമ്മൾ പുറത്തേക്കുള്ള ഒരു പാതയിലൂടെ, വലത്തോട്ടുള്ളൊരു പാതയിലൂടെ തിരിഞ്ഞ് മക്ക നഗരത്തിന് പുറത്തുകൂടെയായി പിന്നെ നമ്മൾ യാത്ര. അങ്ങനെ പോകുമ്പോൾ ചില കെട്ടിട കോംപ്ലക്സുകൾ കാണാം. അത് അവിടുത്തെ ഷെൽട്ടർ ഹോമുകളാണ്. അതിനോടനുബന്ധിച്ച് ജയിലുകളുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്. ഇങ്ങനെ കുറേ ഫെസിലിറ്റികളാണ്. ഞാൻ ആ കടന്നു പോകുന്ന സമയത്ത് പോലും അതിനുള്ളിൽ എത്രയോ മലയാളികളുണ്ടാവാം. തൊഴിൽ നഷ്ടപ്പെട്ടവർ, നാട്ടിലേക്ക് മടങ്ങാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധം കാണിച്ചവർ, ശിക്ഷിക്കപ്പെട്ടവർ ഒക്കെ എത്രയോ ആളുകൾ ആ ജയിലുകൾക്കകത്ത് ഉണ്ടാവാം. അതൊക്കെ ഓർത്തുകൊണ്ട് ഞങ്ങളിങ്ങനെ ഓടുകയാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മൾ മെക്ക അടുത്തെന്ന് പറഞ്ഞാൽ നഗരത്തിനകത്തൂടെ അല്ല നമ്മൾ പോകുന്നതെങ്കിലും നഗരത്തിൻ്റെ ഒരു പ്രാന്തഭാഗത്തൂടെയാണ്, പ്രധാന ഭാഗം വിട്ട്. പക്ഷേ അതിലേ പോകുമ്പോഴും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മക്ക നഗരം കാണാം. ആ ഹറംപള്ളി മുഴുവൻ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ നിന്ന് കുറച്ചകലെ ആ ഹറംപള്ളിയും അതിൻ്റെ സമീപത്തെ വലിയ ക്ലോക്ക് ടവർ നമുക്കിവിടെ നിന്ന് കാണാം. വണ്ടി അവിടെ വഴിയിരിക്കും നിർത്തി ഞാൻ ഇറങ്ങി അത് അവിടെ നിന്ന് ഷൂട്ട് ചെയ്തു. അപ്പോൾ വലിയൊരു ക്ലോക്ക് ടവറാണ് കാണുന്നത് അകലെ നിന്ന്. അതിലെ ആ ക്ലോക്ക് തന്നെ നമുക്കിവിടെ നിന്ന് വ്യക്തമാണ്. ഒരു 10, 11, 12 കിലോമീറ്റർ അകലെ നിന്ന് പോലും ഈ ക്ലോക്ക് ടവർ നമുക്ക് കാണാം. നല്ല ഉയരമുള്ള ഒരു കെട്ടിടമാണ്. അതിനകത്ത് ഹോട്ടൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം ക്ലോക്ക് ടവറാണ്. അതിൻ്റെ താഴെയായിട്ടാണ് ഈ പ്രശസ്തമായ അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖമായ തീർത്ഥാടന കേന്ദ്രമായ ഹറംപള്ളി ഉള്ളത്. അപ്പോൾ ഈ ഹറംപള്ളി ഇരിക്കുന്ന ഭാഗമാണ് നഗരത്തിൻ്റെ കേന്ദ്രഭാഗം, മെക്ക നഗരത്തിൻ്റെ കേന്ദ്രഭാഗം. മെക്ക എന്ന് പറയുന്നത് മുഹമ്മദ് നബി ജനിച്ചു വളർന്ന നഗരമാണ്. മുഹമ്മദ് നബിയായിട്ട് ഏറ്റവും ബന്ധമുള്ള നഗരം, അദ്ദേഹത്തിൻ്റെ നഗരം. അപ്പം ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമാർന്ന നഗരങ്ങളിലൊന്ന്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് വെളിപാടുണ്ടാവുന്നു, അദ്ദേഹത്തിന് ദൈവകൽപ്പനകൾ ലഭിക്കുന്നു. അതിനുശേഷം ഈ മക്കയിലെ അധാർമികമായി ജീവിച്ചിരുന്ന ധാരാളം മനുഷ്യരെ പ്രബോധനത്തിലൂടെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനൊക്കെ പരിശ്രമിക്കുന്നു. അങ്ങനെയൊക്കെയാണല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ പോകുന്നത്. അതിനിടയിൽ മക്കയിൽ നിന്ന് അദ്ദേഹത്തിന് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്നു. ദീർഘകാലം മദീനയിൽ കഴിഞ്ഞ് പിന്നീട് സൈന്യവുമായി വന്ന് ഈ മക്ക കീഴടക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും മുന്നോട്ട് പോകണം. ഇവിടെ നിന്ന് ഒരു 10-65 കിലോമീറ്ററൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ തൈഫ് എന്ന് പറയുന്ന നഗരത്തിലേക്ക് എത്തും. ഈ തൈഫിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? സൗദി അറേബ്യയിലെ ഒരു ഊട്ടിയാണ് തൈഫ്. ഈ മക്ക കഴിഞ്ഞ് കുറച്ചുകൂടി അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മലകയറ്റം തുടങ്ങുകയാണ്. വരണ്ട പർവ്വതമൊക്കെയാണ്. പക്ഷേ ഈ മല കയറി അതിൻ്റെ മുകളിലേക്ക് എത്തുമ്പോണ്ടല്ലോ വ്യത്യസ്തമായൊരു ലോകമാണ്. പച്ചപ്പിൻ്റെ ഒരു ലോകം, ഒരു സുഖസമൃദ്ധമായൊരു സ്ഥലം, നല്ല തണുപ്പുള്ളൊരു പ്രദേശം. 1880 മീറ്റർ ഉയരത്തിൽ, അതായത് ഏകദേശം 2 കിലോമീറ്ററോളം ഉയരത്തിലാണ്, സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലാണ് ആ സ്ഥലം. അതുകൊണ്ട് തന്നെ പണ്ട് മുതൽ തന്നെ ഈ സൗദിക്കാരുടെ, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെയും ഒക്കെ ഒരു സുഖവാസ കേന്ദ്രമായിരുന്നു ഇവിടം. എന്ന് മാത്രമല്ല മുഹമ്മദ് നബിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടും വലിയ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ഈ തൈഫ്. ഈ മക്കയിലെ ഖുറേഷി ഗോത്രങ്ങൾ ആയിട്ട് സംഘർഷഭരിതമായിരുന്നു ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതം. ഖുറേഷികൾ അദ്ദേഹത്തെ ഒരിക്കലും ഉൾക്കൊണ്ടില്ല. സത്യത്തിൽ ഖുറേഷി വംശത്തിൽപ്പെട്ടതാണ് മുഹമ്മദ് നബി എങ്കിലും സ്വന്തം സമുദായമാണല്ലോ എപ്പോഴും ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരാളെ തള്ളിപ്പറയുക, അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആളുകളെ തള്ളിപ്പറയുക സ്വന്തം നാട്ടുകാരോ സ്വന്തം ഗോത്രത്തിലുള്ളവരോ ഒക്കെ ആയിരിക്കും. അതുതന്നെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ നിന്ന് തൈഫിലേക്ക് പലായനം ചെയ്തൊരു കാലമുണ്ട്. പക്ഷേ തൈഫിൽ ചെല്ലുമ്പോൾ തൈഫിലെ ആളുകൾ അദ്ദേഹത്തെയും അനുയായികളെയും കല്ലെറിഞ്ഞോടിച്ച ഒരു ചരിത്രമുണ്ട്. പക്ഷേ പിന്നീട് ഇവരൊക്കെ നബിയുടെ അനുയായികളായി മാറിയ ഒരു കാലമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ മക്കയിൽ നിന്ന് ഈ തൈഫിലേക്ക് നടന്നാണ് അക്കാലത്തൊക്കെ പോകുന്നത്. നടന്ന് മല കയറി നബി പോയ ഒരു പാതയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ആ പാതയിലൂടെയല്ല. ഇപ്പോൾ 1950കളിൽ അതിമനോഹരമായൊരു പാത ഉണ്ടാക്കിയിട്ടുണ്ട്. 6 വരിയുള്ള പാത. അതായത് നമ്മൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മൂന്നാറിലേക്കൊക്കെ ഉള്ളൊരു പാത 6 വരിയാക്കിയാലുള്ള ഒരു ഭംഗി, ഒരു സൗന്ദര്യം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൗകര്യം, അതിഗംഭീരമായ പാത. വരണ്ട മലയാണ് ചുറ്റുമെങ്കിലും അതിലൂടെ മനോഹരമായ പാത പണിതിരിക്കുന്നു. അങ്ങനെ കുറേ അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ മലയുടെ മുകളിൽ കാണാം. മലയുടെ ടോപ്പ് നമ്മൾ താഴെ കയറി ചെല്ലുമ്പോൾ വലിയ പാറക്കെട്ടിൻ്റെ മുകളിൽ ഒരു ഹോട്ടൽ കോംപ്ലക്സ് കാണാം, ഒരു വലിയ കെട്ടിടം. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് മനസ്സിലാകുന്നത് അതൊരു ഹോട്ടൽ കോംപ്ലക്സാണ്. റമദ ബൈ വിന്ധാം എന്ന് പറയുന്ന ഒരു വമ്പൻ 5 സ്റ്റാർ ഹോട്ടൽ. ഇടയ്ക്ക് വണ്ടി നിർത്താമെന്ന്, വണ്ടി പാർക്ക് ചെയ്യാവുന്ന ചില സ്ഥലങ്ങളുണ്ട് ഈ കയറ്റത്തിൽ തന്നെ. അവിടെ അടുത്ത് വണ്ടി നിർത്തിയിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് കഴിയുമ്പം നമ്മൾ ഈ കയറി വന്ന പാത ഇങ്ങനെ കാണാൻ രസകരമായൊരു വ്യൂ ആണ്. ഈ 6 വരി പാതയിലെ ഒരു ലൈൻ മഞ്ഞ വരയിട്ട് മാറ്റി വെച്ചിരിക്കുക. അതിലൂടെ ആരും വണ്ടി ഓടിക്കുന്നില്ല.
അത് നമുക്ക് അത്ഭുതം തോന്നും. നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെ ഒരു പാത, ഒരു ട്രാക്ക് വെറുതെ ഇട്ട് അതിലൂടെ ആരും വണ്ടി ഓടിക്കരുതെന്നൊരു നിയമം എഴുതി വെച്ച് ഓടാതിരിക്കുമോ? ഓപ്പോസിറ്റ് സൈഡിലൂടെയുള്ള വഴി പോലും എങ്ങനെ വണ്ടി ഓടിക്കാൻ നമ്മൾ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അത് എമർജൻസിക്ക് വേണ്ടി മാത്രമുള്ള ട്രാക്കാണ്. ആ എമർജൻസി ട്രാക്കിൽ കൂടെ ഒരു ആളും വണ്ടി ഓടിക്കുന്നില്ല എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തും. ഈ വണ്ടി ഓടിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം പേരും മലയാളികളിലൂടെയാണെന്ന് ഓർക്കണം. മലയാളികൾ കേരളത്തിൽ നിന്ന് വിമാനത്തെ കയറി ഒരു 6 മണിക്കൂറിനകം ജിദ്ദയിൽ ചെന്നിട്ട് അവൻ്റെ സ്വഭാവമാകെ മാറ്റുന്നു, അവൻ നല്ല മനുഷ്യനാകുന്നു, നിയമം അനുസരിക്കുന്ന ആളായി മാറുന്നു. 4 മണിക്കൂറിലെ 5 മണിക്കൂർ മതി മലയാളിക്ക് ഒരു ആധുനിക മനുഷ്യനാകാൻ. ഇതിനെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് ഈ ദുബായിലും ഈ ജിദ്ദയിലും ഈ തൈഫിലേക്കുള്ള ഹൈവേയിലും ഒക്കെ നിൽക്കുമ്പം കാണുന്നത്. അതൊരു അത്ഭുതകരമായ കാഴ്ച. ഒരു മനുഷ്യൻ എങ്ങനെ 4 മണിക്കൂർ കൊണ്ട് ഒരു ആധുനിക മനുഷ്യനായി മാറാൻ പറ്റുന്നു, അല്ലെങ്കിൽ തിരിച്ച് ഒരു 4 മണിക്കൂർ കൊണ്ട് എങ്ങനെ കേരളത്തിലേക്ക് വന്ന് ഒരു പ്രാകൃത മനുഷ്യനായി മാറാൻ പറ്റുന്നു എന്നൊക്കെ ഈ റോഡിൻ്റെ ഡ്രൈവിംഗ് സംസ്കാരത്തിൻ്റെ വ്യത്യാസം കണ്ടു കഴിയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അതുപോലെ തന്നെയാണ് ഒരു 12 മണിക്കൂർ പറന്നു കഴിയുമ്പം അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റൊരു മലയാളിയാണ് അവിടെ. എല്ലാ നിയമങ്ങളും പാലിക്കുന്ന, എല്ലാം വൃത്തിയായിട്ട് പരിപാലിക്കുന്ന, പരിസരങ്ങളെയൊക്കെ വെട്ടിയൊരുക്കി മിനുക്കി വൃത്തിയാക്കി സൂക്ഷിക്കുന്ന, സ്വന്തം വീടിൻ്റെ മുറ്റവും വഴിയോരങ്ങളും വരെ വൃത്തിയാക്കിയിടുന്ന ഒരു മലയാളിയെ നിങ്ങൾക്ക് ഒരു 12 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതേ തന്നെയാണ് യൂറോപ്പിലും, ഇത് തന്നെയാണ് ഓസ്ട്രേലിയയിൽ ചെന്നാലും നിങ്ങൾ കാണുന്നത്. വ്യത്യസ്തനായ മലയാളി. എനിക്ക് തോന്നുന്നത് മലയാളി വെക്കേഷന് വേണ്ടി കേരളത്തിലേക്ക് വരുന്നത് തന്നെ നിയമം ലംഘിക്കാനും അല്ലെങ്കിൽ നിയമലംഘനങ്ങൾ കണ്ടു നിൽക്കാനുമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്ര വ്യത്യാസമാണ് കേരളം വിടുന്ന മലയാളിയുടെ മനോഭാവവും അവരുടെ നിയമങ്ങളെ അനുസരിക്കാനുള്ള ഒരു വ്യഗ്രതയുമൊക്കെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ കാണുന്നത്. നമ്മൾ തൈഫിലേക്ക് കയറി കഴിയുമ്പോൾ ഒരു പഠിപ്പുരയൊക്കെ കടന്ന് ചെന്ന് കഴിഞ്ഞാൽ മറ്റൊരു ലോകത്തേക്ക് ചെല്ലുക. ഈ തൈഫ് ഒരു എൻ്റർടൈൻമെൻറ്റ് സിറ്റിയാണ്. ധാരാളം ഹോട്ടലുകളും റിസോർട്ടുകളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ, നിരവധി അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ. കൂടാതെ വഴിയോരങ്ങളിൽ പഴക്കച്ചവടത്തിൻ്റെ നിരവധി ഷോപ്പുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. മാമ്പഴം മുതൽ മുന്തിരി, പലതരം പഴങ്ങൾ, ഇതെല്ലാം ഈ തൈഫിൽ വിളയുന്നതാണ്. തൈഫ് നമുക്കറിയാമല്ലോ, തണുപ്പ് സ്ഥലങ്ങളിൽ വിളയുന്ന എല്ലാത്തരം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. ആദ്യം പോകുന്നത് കുറച്ച് മുഹമ്മദ് നബിയുമായിട്ട് ബന്ധപ്പെട്ട ചില ഓർമ്മകളുള്ള ചില ചരിത്ര സ്ഥലങ്ങളിലേക്കാണ്. അവിടെ പള്ളികളുണ്ട്. അവിടെ ഈ നബിയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും ഇരിക്കുമ്പോൾ അവരുടെ തലയിലേക്ക് പാറക്കല്ലുകൾ ഉരുട്ടിവിട്ടു എന്നൊക്കെ പറയപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില സ്ഥലങ്ങളിലെല്ലാം പള്ളികളുണ്ട്. ഇവിടെയൊക്കെ പോയി ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി നമുക്ക് പോകേണ്ട സ്ഥലങ്ങളെക്കുറിച്ച് മുറാത്തിന് വലിയ പിടുത്തമില്ല. പെട്ടെന്ന് തന്നെ തലങ്ങും വിലങ്ങും ഫോൺ കോളുകൾ പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് ഡോക്ടർ ഷാഫിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മുസ്തഫ എന്നാണ്. മുസ്തഫ മലയാളിയാണ്. മുസ്തഫ പറഞ്ഞു, നിങ്ങളെവിടെയുള്ള? പറഞ്ഞു, ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ ഈ പള്ളിയുടെ അടുത്ത്. ശരി, 5 മിനിറ്റ് ഞാനത് അവിടെ വരുന്നു. 5 മിനിറ്റ് ഇതാ മുസ്തഫ അവിടെ ലാൻഡ് ചെയ്യായി, സ്വന്തം കാറുമായിട്ട് വരികയാണ്. മുസ്തഫ അവിടെ ബിസിനസ്സൊക്കെ നടത്തുന്ന വളരെ പ്രമാണിയായ ഒരാളാണ്. കാറുമായിട്ടാണ് വന്നത്. ആ കാറ് കൊണ്ടുപോയി വേറൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മുടെ കാറിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ചുമതല മുസ്തഫ ഏറ്റെടുക്കുന്നു. മുസ്തഫ പറഞ്ഞു, നമുക്കാദ്യം പണി തുടങ്ങല്ലേ, നിങ്ങൾ രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ടതല്ലേ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് തുടങ്ങാം. പുള്ളി ബിരിയാണി സൽക്കരിക്കാൻ റെഡിയാണ്. ഞാൻ പറഞ്ഞു, ബിരിയാണി സൽക്കരിക്കാനുള്ള സമയമില്ല, നമുക്ക് വൈകിട്ടോ എല്ലാം കഴിക്കാം. അതല്ല, എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു പലഹാരക്കടയിലേക്കാണ് മൂപ്പര് കൊണ്ടുപോകുന്നത്. ഒരു വമ്പൻ പലഹാരക്കടയാണ്. ധാരാളം ആളുകൾ നിരന്തരം വരുന്നൊരു പലഹാരക്കട. മുസ്തഫ പറഞ്ഞു, നിങ്ങൾ തൈഫിൽ വന്നാൽ കുനാഫ കഴിച്ചിരിക്കണം, മസ്റ്റാണ്. ഇവിടുത്തെ കുനാഫ ലോക പ്രശസ്തമാണ്. ഇത് കഴിക്കാതെ പോകാൻ പാടില്ല. പിടിച്ച പിടിയാൽ ഇദ്ദേഹം ഈ പലഹാരക്കടയ്ക്കകത്തേക്ക് കയറ്റിക്കൊണ്ടു. ഒരു ബേക്കറി പോലത്തെ ഒരു സ്ഥാപനം, വിശാലമായൊരു കട. അതിനകത്ത് നിരവധി ഇനം കുനാഫകൾ, മധുരപലഹാരങ്ങളൊക്കെ നിരത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലെ കുനാഫ ഏത് വേണം? നമുക്കിതിനെക്കുറിച്ച് വലിയ ധാരണയില്ലല്ലോ. ഡോക്ടർ ഷാഫിയും മൊറാത്തും കൂടെ ചേർന്ന് ഇതൊക്കെ സജഷൻസ് പറഞ്ഞു. അങ്ങനെ കിലോ കണക്കിനാണ് പുള്ളി വാങ്ങുന്നത്. പറഞ്ഞു, ഇത്രയൊന്നും ആവശ്യമില്ല, അതല്ല നിങ്ങൾക്ക് പോകുന്ന വഴിക്കും കഴിക്കാം. അങ്ങനെ കുറേ കുനാഫ തൂക്കി വാങ്ങി കുറച്ച് അവിടെ ഇരുന്ന് ഞങ്ങൾ കഴിച്ചു. ബാക്കി പാക്ക് ചെയ്ത് വണ്ടിയിലേക്ക് വെച്ചു. മുസ്തഫയ്ക്ക് സൽക്കരിച്ചിട്ട് മതിയാവുന്നില്ല. മുസ്തഫ പറഞ്ഞു, ഇനി എന്താ വേണ്ടേ? പറഞ്ഞു, ഒന്നും വേണ്ട, നമുക്കിനി അടുത്ത കാഴ്ചയിലേക്ക് പോകാം. അങ്ങനെ മുസ്തഫയെ നിർബന്ധപൂർവ്വം പിടികൂടി കാർ കയറ്റി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഈ മുസ്തഫ സഞ്ചാരമൊക്കെ കാണുന്നയാളാണ്. അപ്പോൾ മുസ്തഫ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടുത്തെ അതും കാഴ്ചയൊന്നുമല്ല കാണേണ്ടതെന്ന് എനിക്കറിയാം, ഇവിടുത്തെ ചരിത്രം അല്ലേ, നമുക്കൊരു കാര്യം ചെയ്ത് ഒരു മ്യൂസിയത്തിലേക്ക് പോയാലോ? അപ്പോൾ എനിക്കൊരു സംശയം, ഈ മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഇത്തിരി ഡ്രൈ അല്ലേ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ജീവനുള്ള കഥ കിട്ടുമോ? നിങ്ങൾ വന്ന് കണ്ടു നോക്ക്, ഒരു ഗംഭീര മ്യൂസിയമാണ്. ശരി, പോകാമെന്ന് വിചാരിച്ചു. മുസ്തഫ പറഞ്ഞ വഴിയെ, അല്ലെങ്കിൽ മുസ്തഫ നയിച്ച വഴിയെ ഞങ്ങളങ്ങ് പോവാണ്. പോകുമ്പോൾ
ഒരു പഴഞ്ചൻ കെട്ടിടത്തിന് മുമ്പിൽ കൊണ്ടുപോയി കാർ നിർത്തി. ഇതാണ് മ്യൂസിയം. അപ്പോൾ എനിക്കൊരു സംശയമായി, ഇത് സമയം കളയുന്ന പരിപാടിയായിരിക്കും. ഞങ്ങൾ അതിൻ്റെ കാർ പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ വാതിക്കലേക്ക് ചെല്ലുമ്പം അവിടെ 2 ഉദ്യോഗസ്ഥരുണ്ട്. അവർ പറഞ്ഞു, നിങ്ങൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. കാരണം ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ ഒരു സംഘം, പാശ്ചാത്യ ടൂറിസ്റ്റുകളുടെ ഒരു സംഘം, ഇത് കണ്ടില്ല ബസ് കിടക്കുന്നു, അതിൽ വന്നങ്ങ് കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു ഗൈഡേ ഉള്ളൂ, അത് നിങ്ങൾക്ക് വിവരിച്ച് തരണം, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അവിടെ ഒരു വിസിറ്റേഴ്സ് റൂമുണ്ട്, ഒരു ഗസ്റ്റ് റൂമുണ്ട്, അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയി നിലത്ത് ഇരുന്നു. നല്ല എ സി ഒക്കെ ഇട്ട നല്ല മുറിയാണ്, പക്ഷേ നിലത്താണ് ഇരിക്കേണ്ടത് അവിടുത്തെ രീതിയിലനുസരിച്ച്. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പൊതി വീണ്ടും അഴിച്ചു. കുനാഫ ബാക്കിയും കൂടെ കഴിക്കാനുള്ള തീരുമാനമായി. അങ്ങനെ അവിടെ ഇരുന്നും കുറേ കുനാഫ അടിച്ചു. അപ്പോഴത്തേക്കും ഈ ജോലിക്കാരൻ വന്ന് പറഞ്ഞ് കയറിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ അകത്തേക്ക് കയറി. പുറത്തുനിന്ന് നോക്കുമ്പോൾ പഴയ ഒരു ചെറിയ കെട്ടിടമാണെന്ന് തോന്നുമെങ്കിലും അതിവിശാലമായൊരു കെട്ടിടമാണ്. ഇതൊരു പ്രൈവറ്റ് മ്യൂസിയമാണ്. ഇതിനകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നതെന്നറിയോ, വളരെ സിസ്റ്റമാറ്റിക്കായി, വളരെ പ്രൊഫഷണലായി ഒരു 100 വർഷം മുമ്പത്തെ സൗദി അറേബ്യയുടെ ജീവിതത്തെ വളരെ ക്രമത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഒരു 100 വർഷം മുമ്പ് സൗദിയുടെ ഗോത്രഗ്രാമങ്ങളിൽ എങ്ങനെയായിരുന്നു ജീവിതം, ഓരോ വീടിൻ്റെയും സെറ്റിട്ടിരിക്കുക, അല്ലെങ്കിൽ ഓരോ വീടിൻ്റെ ഓരോ ഭാഗങ്ങളുടെയും സെറ്റാണ്. അവിടെ ഇപ്പം വിസിറ്റേഴ്സ് കയറി ചെല്ലുന്ന സ്ഥലത്താണെങ്കിൽ പുരുഷന്മാർ വട്ടത്തിലിരിക്കുന്ന ഒരു സ്ഥലം, അവിടെ അവർ കാവയെ കുടിച്ച് അല്ലെങ്കിൽ ഹുക്കയൊക്കെ വലിച്ചിരിക്കുന്ന ആ അന്നത്തെ 100 വർഷം മുമ്പത്തെ വീട്ടുപകരണങ്ങൾ, ഇരിപ്പിടങ്ങളൊക്കെ. അടുത്തത് ഭക്ഷണം കഴിക്കുന്നിടത്താണെങ്കിൽ അതിൻ്റെ സൗകര്യങ്ങൾ, അടുക്കളയിൽ സ്ത്രീകൾ പെരുമാറുന്നിടത്താണെങ്കിൽ ആ അന്നത്തെ 100 വർഷം മുമ്പത്തെ അവരുപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, വസ്ത്രങ്ങൾ, അവരുടെ ജീവിതം, ഇതൊക്കെ. അടുത്തത് അടുക്കളയാണെങ്കിൽ അവിടെ ബിരിയാണി മുതൽ പലവിധ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന പാത്രങ്ങൾ, ആയുധങ്ങൾ, ഇങ്ങനെയുള്ള സാധനം. ഇങ്ങനെ ഇവരുടെ നിത്യജീവിതത്തിലെ സർവ്വ സാധനങ്ങളും. വേറൊരു ഭാഗത്ത് ആയുധങ്ങളാണ്, തോക്ക്. കാരണം ഈ ഗോത്ര ജീവിതമാണ്, പരസ്പരം ഏറ്റുമുട്ടലുണ്ട്, പോരാട്ടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 16-ാം നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ടൊക്കെ മുതൽ ഇവർ തോക്ക് ഉപയോഗിക്കും. അപ്പോൾ പലവിധ തോക്കുകൾ, മറ്റ് പലതരം കത്തികൾ, കഠാരകൾ, ആയുധങ്ങൾ, കുന്തങ്ങൾ, വാളുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഇതിലെ ഏറ്റവും കൗതുകമായ കാര്യം എന്താ പറയുക, ഇത് ചെന്ന് കഴിയുമ്പോൾ ഇവർ 1930-40 കാലം മുതലുള്ള വാഹനങ്ങളാണ് നിരത്തിയിട്ടിരിക്കുന്നത്. നിരവധി വാഹനങ്ങൾ, വില്ലീസിൻ്റെ ജീപ്പ്, ഫോർഡിൻ്റെ വിവിധയിനം വാഹനങ്ങൾ, പിക്കപ്പുകൾ, കാറുകൾ, അതുപോലെ തന്നെ ഷവർലെ, ഫോക്സ് വാഗൻ. ഇങ്ങനെ അക്കാലത്തെ 1930, 40, 50, 60, 70 കാലഘട്ടങ്ങളിലുള്ള ഇറങ്ങിയ ആ വിൻറ്റേജ് വാഹനങ്ങളുടെ ഒരു വലിയ നിര. എത്ര നേരം ചിത്രീകരിച്ചാലും നമ്മൾ മടുക്കിയല്ലാത്ത പോലത്തെ ഗംഭീര വാഹനങ്ങളാണ്. അതൊക്കെ തേച്ച് മിനുക്കി നല്ല മിടുക്കനാക്കി വെച്ചിരിക്കുക. കൊതി വരുന്ന രീതിയിലാണ്. പിക്കപ്പ് ട്രക്കുകൾ മുതൽ പ്രൈവറ്റ് കാറുകൾ വരെ. ഒരു പ്രൈവറ്റ് മ്യൂസിയമാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത്ഭുതം തോന്നും നമുക്ക്. അതിമനോഹരമാണത്. വേറൊരു ഭാഗത്തേക്ക് ചെല്ലുമ്പോണ്ടല്ലോ, ഒരു സ്ട്രീറ്റിൻ്റെ സെറ്റ് ഇട്ടിരിക്കുക. ഈ സ്ട്രീറ്റിൽ ഒരു 50-60 കൊല്ലം മുമ്പുണ്ടായിരുന്ന സ്ഥാപനങ്ങളാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരിടത്ത് 50കളിലെ അല്ലെങ്കിൽ 1950കളിലെ 60കളിലെ ഒക്കെ ഒരു ബാർബർ ഷോപ്പ്, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പലചരക്ക് കട, പിന്നെ ഒരിടത്ത് ഈ സുലൈമാനിയും കാപ്പിയൊക്കെ വിൽക്കുന്ന ഒരു കട, പലഹാരക്കട, അതിൻ്റെ അപ്പുറേ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരാല, ആയുധങ്ങൾ മൂർച്ച കൂട്ടി കൊടുക്കുന്ന ഒരു കൊല്ലൻ്റെ ആല, തോക്ക് റിപ്പയർ ചെയ്യുന്ന ഒരു ഷോപ്പ്. ഇതൊക്കെ 1940-കൾ 50-കളിലുണ്ടായിരുന്നു. തോക്കൊക്കെ എല്ലാ മനുഷ്യർക്കും അക്കാലത്തുണ്ടായിരുന്നു ഇവിടെ. അതുകൊണ്ട് തന്നെ തോക്ക് റിപ്പയറിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥിരം തൊഴിൽ തന്നെയായിരുന്നു അവിടെ. ഇങ്ങനെ ആ കാലഘട്ടത്തിലെ ജീവിതം മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന ഒരു സ്ട്രീറ്റ്. ഇത്രയും സാധനം ഈ കെട്ടിടത്തിനകത്തുണ്ടെന്ന് നമുക്ക് അത്ഭുതമായിരുന്നു. കയറി ചെല്ലുമ്പോൾ തോന്നിയതേയില്ല. അവിടെ തന്നെ പഴയ കാലത്തെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പെട്രോൾ പമ്പ് പെട്രോൾ അടിക്കുകയല്ല, പെട്രോൾ വീപ്പയ്ക്കകത്തുനിന്ന് കന്നാസിനകത്തോ പാത്രത്തിലേക്ക് ഊറ്റി കൊടുക്കുന്ന കട. ഒരു ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ട്, മെഡിക്കൽ സ്റ്റോറുണ്ട്, ഇതൊക്കെയുണ്ട്. സൗദി അറേബ്യയുടെ ഒരു 60-70 കൊല്ലം മുമ്പത്തെ ജീവിതവും സ്ഥാപനങ്ങളും ഒക്കെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. നമ്മൾ ഒരു 100 കൊല്ലം പുറകിലുള്ളൊരു സൗദി അറേബ്യയിലൂടെ സഞ്ചരിച്ചിട്ട് ഇറങ്ങി വരുന്ന പോലെയാണ് ഞങ്ങൾ അതിനകത്ത് നിന്ന് ഇറങ്ങി വന്നത്. മുസ്തഫ കാർ എടുത്തു. മുസ്തഫ പറഞ്ഞു, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞു, ഇത് കൊള്ളാം. എന്നാൽ ഇതിനേക്കാൾ ഗംഭീരമായ ഒരു കാഴ്ചയിലേക്ക് പോകാം. സൗദി അറേബ്യയിൽ ഒരു ഫ്ലീ മാർക്കറ്റുണ്ട്. നിങ്ങൾ യൂറോപ്പിലൂടെ അമേരിക്കയിലൂടെയൊക്കെ പോകുമ്പോൾ ഫ്ലീ മാർക്കറ്റ് കണ്ടു എന്നൊക്കെ പറയുന്നത് കേട്ടു. ഞങ്ങൾക്കിവിടെ സൗദി അറേബ്യയിലുണ്ട് ഫ്ലീ മാർക്കറ്റ്. നിങ്ങൾക്കറിയാമോ? അങ്ങനെ കാറുമായിട്ട് പിന്നെ പോകുന്നത് കുറേ കെട്ടിടങ്ങൾ നിരന്ന് നിൽക്കുന്ന, അതിരിട്ട് നിൽക്കുന്ന ഒരു മൈതാനത്തേക്കാണ്. ഈ മൈതാനത്തിൻ്റെ ചുറ്റും കുറേ കെട്ടിടങ്ങളാണ്. നടുക്ക് പക്ഷേ കുറേയേറെ സാധനങ്ങൾ ഇങ്ങനെ നിലത്തുകൂടെ കൂട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങോട്ട് കയറി ചെല്ലുമ്പോണ്ടല്ലോ, വീട്ടുപകരണങ്ങൾ മുതൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വരെയുള്ള സാധനങ്ങളെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുക. ഫ്ലീ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഉപയോഗം കഴിഞ്ഞ വസ്തുക്കൾ മാത്രം, ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് അവരൊഴിവാക്കാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് മുഴുവൻ. അത് വാങ്ങിക്കൊണ്ടുവരാൻ ആളുകളുണ്ട്, അതിവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന കച്ചവടക്കാരുണ്ട്. ഓരോരുത്തരും അവനവൻ്റെ സാധനം ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയല്ല, ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഏൽപ്പിക്കാൻ കടക്കാരെ. അവരത് വിൽക്കും, അവരത് റിപ്പയർ ചെയ്യും ആദ്യം, അവരത് കഴിഞ്ഞ് അതിനെ തേച്ച് മിനുക്കും,
പുതിയതുപോലെ തിളക്കമുള്ളതാക്കും. എന്തൊക്കെയാ സാധനം എന്നറിയോ? അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തിയും പാത്രങ്ങളും ബിരിയാണി ചെമ്പും മുതൽ എയർ കണ്ടീഷണർ, സ്പ്ലിറ്റ് എ സിയും വിൻഡോ എ സിയും വരെ അവിടെ കിട്ടും. ചില കടകൾ എ സി മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. വേറെ ചില കടകളിൽ കട്ടിൽ, ഫർണിച്ചർ, വീട്ടിലെ ബെഡ്റൂമിലെ അലമാരകൾ, കട്ടിൽ, ഇതൊക്കെ തന്നെയാണ്. വേറെടുത്ത് ഓഫീസ് ചെയറുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. എന്തിനേറെ ഉപയോഗിച്ച ഷൂസ് വരെ അവിടെ കിട്ടും. ഷൂസും ചെരുപ്പും വരെ അവിടെ സെക്കൻഡ് ഹാൻഡ് അവിടെ വെച്ചിട്ടുണ്ട്. വസ്ത്രങ്ങൾ വാങ്ങാൻ കിട്ടും. ഇതെല്ലാം ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉപയോഗിച്ചതായിരിക്കും. നമ്മളൊരു വീട്ടിൽ ഉപയോഗിക്കുന്ന എത്രയോ സാധനങ്ങളുണ്ട്. അതിൽ പലതും നമ്മളൊരു പുതിയ സാധനം വാങ്ങുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്നെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് അല്ലെങ്കിൽ മച്ചുംപുറത്ത് കൊണ്ടുപോയി കളയുക ചെയ്യുന്നത്. പിന്നീട് അവിടെ കിടന്ന് കേടായി ദ്രവിച്ച് ഏതെങ്കിലും ആക്രി കച്ചവടക്കാരന് കൊടുക്കാറില്ലേ പതിവ്. ഇങ്ങനെ മനുഷ്യൻ ഉപയോഗിച്ചൊരു വസ്തു നശിപ്പിച്ച് കളയാതെ അതാവശ്യമുള്ള അത്ര പണം മുടക്കാൻ കഴിവില്ലാത്ത ഒരാൾക്ക് വിൽക്കാൻ കഴിയുന്നൊരു സംവിധാനം ഉണ്ടാകുക എന്നുള്ളതാണ്. അത് ഏറ്റവും സമ്പന്നമായ അമേരിക്കയിലും യൂറോപ്പിലെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പോലും ഉണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിലൊരു ഫ്ലീ മാർക്കറ്റ് നമ്മൾ തുടങ്ങാത്തതെന്ന് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞായറാഴ്ചകളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഫ്ലീ മാർക്കറ്റുകൾ തുടങ്ങാവുന്നതാണ്. ഏതെങ്കിലും ഒരു മൈതാനം ഒരാൾ വാടകയ്ക്ക് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അനൗൺസ് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ ആ മൈതാനത്തേക്ക് കൊണ്ടുവരിക. രാവിലെ 7 മണിയാകുമ്പോൾ തന്നെ കൊണ്ടുവന്ന് വെക്കുക. മറ്റുള്ളവരും അറിയും. നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അവിടെ വന്ന് വാങ്ങാം. പഴയ പെയിൻറ്റിങ്ങുകളാവാം, വീട്ടിലെ കൗതുക വസ്തുക്കളാവാം, വീടിനെ അലങ്കരിച്ചിരുന്ന മറ്റു ചില സുവനീറുകളാവാം, ഇങ്ങനെ എന്തും ഏതുമാവാം. വീട്ടിലെ ആയുധങ്ങളാവാം, പാത്രങ്ങളാവാം, പ്ലേറ്റുകളാവാം, കപ്പും സോസറും ആകാം, അതുപോലെ തന്നെ ജഗ്ഗുകളാകാം, മഗ്ഗുകളാകാം, എന്തും ഏതുമാവാം. ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ചാൽ നിസാര പൈസയ്ക്ക് ചിലപ്പോൾ അത് കിട്ടും. വിൽക്കുന്ന ആൾക്ക് പ്രകൃതിയെ മലിനമാക്കാതെ, വേസ്റ്റിലേക്ക് ഡംപ് ചെയ്യാതെ, പ്രകൃതിക്ക് ഭാരമാക്കാതെ മറ്റൊരു മനുഷ്യന് ഉപയോഗിക്കാവുന്ന രീതിയിൽ അത് കൊടുക്കാം. അതിലൂടെ ചെറിയൊരു വരുമാനവും കിട്ടും. ഈ വാങ്ങാൻ വരുന്നവനാവട്ടെ 10,000 രൂപ മുടക്കേണ്ട ഒരു വസ്തു ചിലപ്പോൾ 500, 600, 1000 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യാം. എത്രയോ പേർക്ക് സൗകര്യപ്രദമായൊരു കാര്യം ഇത്. എന്തുകൊണ്ടാണ് അത്തരം ഫ്ലീ മാർക്കറ്റുകൾ കേരളത്തിലുണ്ടാവാത്തതെന്ന് എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ ആരംഭിക്കേണ്ട ഒരു പ്രസ്ഥാനമാണ് ഈ ഫ്ലീ മാർക്കറ്റ്. പിന്നെ വീണ്ടും നമ്മൾ തൈഫിൻ്റെ നഗരഹൃദയത്തിലേക്ക് വീണ്ടും വരികയാണ്. അവിടെ വരുമ്പോൾ അവിടുത്തെ പ്രശസ്തമായ കുറേ പള്ളികളുണ്ട്. പ്രമുഖമായ ചരിത്രമുള്ള പള്ളികളാണ്. അവിടെ ഒരു പള്ളി കയറി നിൽക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു മയ്യത്ത് കൊണ്ടുവരികയാണ്. അവിടെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരുന്നു. ധാരാളം ആളുകൾ ആ കൂടെ വരുന്നു. മയ്യത്ത് പ്രാർത്ഥന കഴിഞ്ഞ് മൃതദേഹം സംസ്കരിക്കാനായിട്ട് കൊണ്ടുപോകുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇനി തൈഫ് നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ തൈഫിലെ ഒരു പ്രധാന വ്യവസായം പനിനീരിൻ്റെ വ്യവസായമാണ്. പനിനീര്, സുഗന്ധ ലേപനം. അതുണ്ടാക്കുന്നതിന് പനിനീർ ചെടികൾ വേണം. അതായത് റോസാപ്പൂക്കൾ, റോസപ്പാടങ്ങളുണ്ട് അവിടെ. റോസച്ചെടികളുടെ പാടങ്ങളാണ് നോക്കത്താ ദൂരം പരന്ന് കിടക്കുന്ന ഈ മലഞ്ചെരിവുകളിൽ നമുക്ക് കാണാം. അങ്ങനെ ഒരു പാടത്തേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ മുസ്തഫ അദ്ദേഹത്തിൻ്റെ കാർ പാർക്ക് ചെയ്തിരുന്നിടത്തേക്ക് കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മുമ്പേ എൻ്റെ കാറിൽ പോകാം, മൊറാത്ത് ഈ കാറിനെ ഓടിച്ചോളൂ, എൻ്റെ പുറകെ വന്നാൽ മതി. കാരണം എനിക്ക് നിങ്ങളെ ഈ പനിനീർ പൂക്കൾ ഉള്ള ഫാമും പറ്റുമെങ്കിൽ അവിടുത്തെ ഒരു പനിനീർ ഫാക്ടറിയും കാണിച്ചിട്ട് എനിക്ക് മക്കയ്ക്ക് പോകേണ്ട സമയമായി. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി കാഴ്ചകളൊക്കെ കണ്ട് ഇനി നഗരത്തിലേക്ക് മടങ്ങാം. മറ്റു പല കാഴ്ചകളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് പറഞ്ഞ പുള്ളി അദ്ദേഹം ഇനി കാണേണ്ട കാഴ്ചകളുടെ ഒരു ലിസ്റ്റ് മൊറാത്തിന് പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം കാറുമായിട്ട് മുമ്പേ പോയി. അങ്ങനെ നഗരം പിന്നിട്ട് കുറേ ദൂരം ഓടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെല്ലുന്നത് മനോഹരമായ കൃഷിയിടങ്ങളുടെ ഒരു സ്ഥലത്തേക്ക്, പച്ചപ്പുള്ളൊരു സ്ഥലം. അവിടുത്തെ പ്രധാന കൃഷി ഇതാണ്, പനിനീർ ചെടികളുടെ കൃഷി. അവിടെ ഒരു പനിനീർ തോട്ടത്തിലേക്ക് ഞാൻ ചെന്നു, ക്യാമറയായിട്ട് കയറി ചെന്നൊരു പഠിപ്പുരയൊക്കെ ഉണ്ടതിന്. അവിടെ ഇങ്ങനെ നട്ടു വെച്ചിരിക്കുകയാണ്, നല്ല പൂത്ത് നിൽക്കുകയാണ്. പക്ഷേ എല്ലാ ദിവസവും രാവിലെ ഈ പൂക്കൾ പറിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് മൊട്ടുകൾ വിടർന്നിട്ടില്ല. നാളെ രാവിലെ വിടരാനുള്ള പൂക്കളുടെ ചെടി മൊട്ടുകൾ ഇങ്ങനെ നിൽക്കുന്ന പനിനീർ ചെടികൾ. അത് നനയ്ക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അവിടെ ധാരാളം ജലലഭ്യതയുണ്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ആ ഷോട്ടെല്ലാം എടുത്തുകൊണ്ട് നിൽക്കുമ്പം ഞാൻ മുസ്തഫയോട് ചോദിച്ചു, മുസ്തഫ നമുക്ക് ഒരു പനിനീർ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി കാണാൻ പറ്റുമോ? അദ്ദേഹം ചുറ്റുമൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇതിനടുത്ത് ഈ കുന്നിൻ്റെ ചെരുവിൽ, അങ്ങേ ചെരുവിൽ ആ കാണുന്ന കെട്ടിടങ്ങളിൽ പലതും പനിനീരുണ്ടാക്കുന്ന ഫാക്ടറികളാവാനാണ് സാധ്യത, നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ മുസ്തഫ മുമ്പേ നടന്നു, ഞങ്ങൾ പുറകെ നടന്നു. ഈ പാടത്തിൻ്റെ വരമ്പേ കൂടിയാണ് പോകുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ എതിരെ വരുന്നു. അയാളെ കാണുമ്പോൾ ഒന്നെങ്കിൽ ഒരു പാകിസ്ഥാനിയോ അല്ലെങ്കിൽ ഉത്തരേന്ത്യക്കാരനാണെന്ന് മനസ്സിലായി. ബംഗ്ലാദേശിയോ മറ്റോ ആയിരിക്കും എന്ന് വിചാരിച്ചു. സംസാരിച്ചപ്പോൾ അയാൾ പാകിസ്ഥാനിയാണ്. അയാൾ ചോദിച്ചു, ഈ പനിനീരുണ്ടാക്കുന്ന ഫാക്ടറി എവിടെയെങ്കിലും ഉണ്ടോ? ഉള്ളി ചൂണ്ടി പുറകോട്ട് കാണിച്ചിട്ട് പറഞ്ഞു, അതാ ഫാക്ടറിയാണ്, ഞാൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്, അങ്ങനെ ചെന്നാൽ മതി. ഒരു പാറക്കെട്ടിൻ്റെ മുകളിലാണ് ഈ ഫാക്ടറി. അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ വേറൊരാളുണ്ട്, വേറെ ഒരു പാകിസ്ഥാനി, അബ്ദു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തോട് കാര്യമൊക്കെ പറഞ്ഞു. അബ്ദുവിനോട് ചോദിച്ചു, ഇതാരാ ഇതിൻ്റെ മുതലാളി? സാരമില്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ കണ്ടോളൂ, ഇതൊക്കെ ഷൂട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഈ പറിച്ചുകൊണ്ട് വന്ന പനിനീർ പൂക്കൾ എതളുകൾ പറിച്ചെടുത്ത് ഒരു പാത്രത്തിലിടും. ഈ പാത്രത്തിൽ
വെള്ളം ഒഴിക്കും. എന്നിട്ട് ഇതിനെ അങ്ങ് തിളപ്പിക്കുകയാണ്. ഈ തിളപ്പിച്ച ഇതിൽ നിന്ന് വരുന്ന ആവി മറ്റൊരു കുഴലിലൂടെ ഒരു ടാങ്കിലേക്ക് കൊണ്ടുപോകും. ഈ ടാങ്കിൽ തണുത്ത വെള്ളം കിടക്കുക. ഈ പൈപ്പ് ഈ തണുത്ത വെള്ളമുള്ള ടാങ്കിനുള്ളിലൂടെ കടന്നു പോവുകയാണ്. അതിനുശേഷം അത് മറ്റൊരു വലിയൊരു ഭരണിക്കകത്തേക്ക് ഇറ്റിറ്റ് വീഴുന്നത് നമുക്ക് കാണാം. തണുത്ത ആ നീരാവി പനിനീർ തുള്ളികളായി വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 6-7 പാത്രങ്ങളിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. 24 മണിക്കൂർ ഇങ്ങനെ ഇവരും ഊഴമിട്ട് ഇതിങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ അബ്ദു ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഞാനതെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടുപ്പിൻ്റെ മുകളിൽ വരെ കയറി നിന്നിട്ടൊക്കെ ഷൂട്ട് ചെയ്തു. വളരെ ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രായമായ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് നടന്നു വരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം. അപ്പോൾ അബ്ദു പറഞ്ഞു മുതലാളിയാണ്. പുള്ളി അടുത്തടുത്ത് വരുന്നു. അപ്പോൾ ഇത് ഞാൻ പയ്യെ ക്യാമറ ഒക്കെ മാറ്റി എന്താ ഇങ്ങനെ പ്രതികരിക്കാമെന്നറിയില്ലല്ലോ. അടുത്ത് വന്നു. അബ്ദു കാര്യം വിശദീകരിച്ചു. പുള്ളി ഒരു ചിരിച്ചു. ഇയാൾ കുറച്ച് വിശേഷമൊക്കെ ചോദിച്ചു. എന്നിട്ട് ഞങ്ങളെ യാത്രയാക്കി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി മുസ്തഫ മക്കയിലേക്ക് പോവുകയാണ്. ഞങ്ങളോട് പോകേണ്ട വഴികളും ഇനി കാണേണ്ട കാഴ്ചകളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും നഗരത്തിലേക്ക് മടങ്ങി. നഗരത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നേരം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു. 5 മണിയൊക്കെ ആകാറാവുന്നു. വെയിലാറി തുടങ്ങി. തണുപ്പ് വീണ് തുടങ്ങി. ഇനി നമുക്ക് തൈഫിൻ്റെ സൂക്ക് ഏരിയയിലേക്ക് പോകണം. തൈഫിൻ്റെ സൂക്ക് സന്ധ്യയാകുമ്പോൾ മറ്റൊരു ലോകമായി മാറും. കെട്ടിടങ്ങളിലെല്ലാം വിളക്ക് തെളിയും. കല്ല് വിരിച്ച ടൈൽസ് ഇട്ട സുന്ദരമായ നിലമാണ്. അതിലൂടെ നിരവധിയായ ആളുകൾ ഷോപ്പിങ്ങിനായിട്ട് വരും. അവർക്കുള്ള വസ്തുക്കളുമായിട്ട് ധാരാളം ആളുകൾ വിൽക്കാൻ വരും. ഷോപ്പുകളെല്ലാം കളർഫുൾ ലൈറ്റിൽ തെളിയും. സ്വർണ്ണക്കടകളുടെ നിരകൾ ഒരു ഭാഗത്ത്, വസ്ത്രങ്ങളുടെ അറബി വസ്ത്രങ്ങളുടെയും സ്ത്രീകൾക്കുള്ള വസ്ത്രങ്ങളുടെയും നിരകൾ വേറൊരു ഭാഗത്ത്, പലഹാരക്കടകൾ വേറൊരു ഭാഗത്ത്, നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ വേറൊരു ഭാഗത്ത്, ലഘുഭക്ഷണം വിൽക്കുന്ന ആളുകളുടെ കടകൾ നിരവധി. വഴിയരിയിൽ തന്നെ ഇരുന്ന് പുഴുങ്ങിയ കടല ചെറിയ പാത്രങ്ങളിൽ വിളമ്പി കൊടുക്കുന്ന കാഴ്ച കണ്ടു. അത് പ്രത്യേക അഭിനയത്തോടെ ഈണത്തിൽ പാട്ടുപാടിയൊക്കെ വിൽക്കുന്നത്. അതോടെ അയാൾക്ക് കച്ചവടം കൂടുതലാണ്. വെറുതെ നിന്ന് വേണമെങ്കിൽ വന്ന് വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളേക്കാൾ ഇയാളുടെ അടുത്ത് കൂടുതൽ ആളുകൾ വന്ന് സാധനം വാങ്ങുന്നു. ഞാനിത് ഷൂട്ട് ചെയ്യുകയും കൂടെ ചെയ്ത് കണ്ടപ്പോഴത്തേക്കും പുള്ളിക്ക് ആവേശം ഒന്ന് കൂടി. ഇതിങ്ങനെ പാത്രം തുറക്കുന്നത്, അതിനകത്തുനിന്ന് പുഴുങ്ങിയ കടല കോരി ഈ പാത്രത്തിലേക്ക് ഇടുന്നത്, പിന്നെ അതിലേക്ക് ചില മസാലപ്പൊടികളൊക്കെ വിളതുന്നത്, അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വാങ്ങാൻ വരുന്ന ആൾക്ക് ഇത് നീട്ടുന്നത്, ഇതെല്ലാം നാടകീയമായിട്ടൊരു നൃത്തരൂപത്തിലാണ്. അതിനിടയ്ക്ക് പുള്ളിയുടെ കുറേ പാട്ടുകളുമുണ്ട്, പുള്ളിയുടെ ഒരു ഈണമുണ്ട്, അതിൽ വിളിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കാൻ ആളുകൾ, ഇതിനെ അനുകരിക്കുന്ന കുട്ടികളിൻ്റെ പുറകെ നിന്ന് കളിയാക്കുന്നുമുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന സജീവമായ തൈഫിൻ്റെ സൂക്കേരിയിലൂടെ കുറേ നേരം ഈ കാഴ്ചകളിലൂടെ നടന്നു. മടക്കയാത്ര ഉറങ്ങാൻ തീരുമാനിച്ചു. രാവിലെ തന്നെ ഡോക്ടർ ഷാഫി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, നമ്മൾ പോകുന്നത് മക്ക വഴിയാണ്, തിരിച്ചു വരുന്നതും മക്ക വഴിയാണ്, എനിക്ക് ഉംറ എന്ന് നിർവഹിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ പുള്ളി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. രാത്രി 1:30 അദ്ദേഹത്തിന് സമയം കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് മടക്കയാത്രയിൽ നമുക്ക് പോകാം, പക്ഷേ ഒരു കുഴപ്പമുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ഉംറ നിർവഹിക്കണമെങ്കിൽ അതിനു മുമ്പ് ദേഹശുദ്ധി വരുത്തി ഉംറയ്ക്കുള്ള വസ്ത്രം ധരിക്കണം. 2 പീസ് വസ്ത്രമാണ്, ഒരു മുണ്ടും ഒരു മേൽമുണ്ടും. ഇത്തരത്തിൽ ഈ ഉംറയ്ക്കുള്ള പ്രത്യേക വസ്ത്രം ധരിക്കുന്നതിന് ഇഹ്റാം കെട്ടുക എന്നാണ് പറയുക. അപ്പോൾ ഈ ഇഹ്റാം കെട്ടണമെങ്കിൽ അതിനുള്ള പ്രത്യേക സ്ഥലങ്ങളുണ്ട്. മക്കയോട് അടുക്കുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ മക്കയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പുള്ള പട്ടണങ്ങളിലൊക്കെ ഇഹ്റാം കെട്ടാൻ പറ്റും. ഇത്തരത്തിൽ ഇഹ്റാം കെട്ടുന്ന സ്ഥലങ്ങൾക്ക് മീഖാത്ത് എന്നാണ് പറയുന്നത്. ഈ തൈഫിൽ നിന്ന് കുറച്ചങ്ങോട്ട് ഈ മക്കയുടെ ദിശയിലേക്ക് യാത്ര ചെയ്യുന്നിടത്ത് ഒരു മീഖാത്തുണ്ട്. അത് മുറാത്തിനറിയാം. അപ്പോൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അവിടെ പോയി അവിടെ പാർക്കിങ്ങിൽ ചെല്ലുന്നു. അപ്പോൾ ധാരാളം ആളുകൾ അവിടെ ഇഹ്റാം കെട്ടാനായിട്ട് വന്നിട്ടുണ്ട്. ഡോക്ടർ ഷാഫി അകത്തേക്ക് പോയി ദേഹശുദ്ധി വരുത്തി ഈ വസ്ത്രം ധരിച്ചു. ഇനി പ്രാർത്ഥനാനിരതമായ ഒരു ആത്മീയ ചിന്തയിൽ മാത്രമുള്ളൊരു യാത്രയായിരിക്കണം. ഞങ്ങളും മറ്റ് കഥകളൊക്കെ പറച്ചിലൊക്കെ നിർത്തി, ഞാൻ ഷൂട്ടിങ് നിർത്തി, ഞങ്ങളിനി മലയിറങ്ങുകയാണ്. പക്ഷെ ഒരൊറ്റ കുഴപ്പമുണ്ട്, മക്കയിലെ ഹറംപള്ളിയുടെ സമീപത്തേക്കൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർ എങ്ങനെ അങ്ങോട്ട് പോകും? ഒരു വഴി കണ്ടുപിടിച്ചു. പ്രധാന ഹൈവേയിൽ തന്നെ ഞങ്ങൾ വണ്ടി നിർത്താൻ തീരുമാനിച്ചു. അപ്പോൾ അതിലൂടെ ടാക്സികൾ വരും, ടാക്സി കിട്ടും. അപ്പോൾ അവിടെ ഒരിടത്ത് വണ്ടി കൊണ്ടുപോയി നിർത്തി. ഞാനും മുറാത്തും കൂടെ ഒരു കടയിൽ ചെന്ന് ചോദിച്ചു, നമുക്കിവിടെ ടാക്സി കിട്ടും. അപ്പോഴത്തേക്ക് അവരാരെയോ വിളിച്ചു, ഒരു കാർ വരുന്നു. ഡോക്ടർ ഷാഫി അതിലേക്ക് കയറുന്നു. അദ്ദേഹം ഉംറയ്ക്കായി ഹറംപള്ളിയിലേക്ക്, മക്കയിലെ പ്രധാന ദേവാലയത്തിലേക്ക് യാത്രയാകുന്നു. ഞാനും മുറാത്തും കൂടെ ജിദ്ദയിലേക്ക് യാത്രയാകുന്നു. പുലർച്ചെ ഏതാണ്ട് ഒരു 3-3:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ജിദ്ദയിൽ തിരിച്ചെത്തി. അങ്ങനെ സംഭവബഹുലമായൊരു ദിവസം. പക്ഷേ ഇതിനേക്കാൾ സംഭവബഹുലമായൊരു ദിവസമാണ് ഇനി വരാനിരിക്കുന്നത്.
നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം. പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം. ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും. നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും. സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ. അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര. ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം. ഓസ്ട്രിയൻ ഗ്രാമഭംഗി. സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ. ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും. പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600.